വെച്ചാൽ, Yes, sir. അതായത് ഇങ്ങനെ ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു പടം കണ്ടില്ലേ, ഈ പടത്തിന് നമുക്ക് ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 2ആയി ഡിവൈഡ് ചെയ്യും. ഇതിനെ ലെഫ്റ്റ് ലിംബാണ്, ഇത് ലെഫ്റ്റ് ലിംബും ഇത് റൈറ്റ് ലിംബുമാണ്. ഓക്കെ, അപ്പൊ ഇത് ഗ്രൗണ്ട് ലെവലാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണമെന്ന് പറഞ്ഞാൽ, ഇതാണ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള പ്ലേസ്. അപ്പൊ പ്രഷർ ലെഫ്റ്റ് ഹാൻഡ് ലിംബിൽ എന്തൊക്കെ എഴുതണം? പി പ്ലസ് റോ ജി എച്ച് ഓഫ് ഇത് ഈ ഡോട്ടർ ലൈനിന്റെ ലിക്വിഡ്. ഈ ഡോട്ടറിന്റെ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ 0.9, അതായത് ഹൈറ്റ് എത്ര വരും? ഈ ഡോട്ടറിന്റെ ഹൈറ്റ് ഇതോട്ട് ഇതുവരെ എത്ര വരും? 20 മൈനസ് 12, അപ്പൊ 8 വരും. ശരിയല്ലേ? Yes, sir. H is equal to 8 is equal to ഇപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആ ബ്ലൂ, അതായത് പർപ്പിൾ ലിക്വിഡിന്റെ കളർ ഹൈറ്റ് എത്രയാണ്? 20 അല്ലേ? അപ്പൊ H is equal to 20. അതായത് നമ്മൾ Yes. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ഇക്വേഷൻ ചെയ്തത്. ഇക്വേഷനിൽ അപ്പൊ പ്രഷർ പ്ലസ് പി പ്ലസ് റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണ്. ഈ ഡെൻസിറ്റി ഇതിന്റെ എത്ര 0.9 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. Yes, sir. അപ്പൊ ഡെൻസിറ്റി അപ്പൊ എത്ര? 0.9 ഇൻറ്റു 1000 ഇൻറ്റു ജി എത്രയാണ്? 9.81 പ്ലസ് H 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ 8 സെന്റിമീറ്റർ മീറ്റർ ആക്കുമ്പോൾ 0.08. ദാറ്റ് ഈസ് Yes. ഈക്വൽ ടു രണ്ടാമത്തെ ഈ സൈഡിലെ ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 13.6 മെർക്കുറിയിലാണ്. അപ്പൊ Yes. 13.6 ഇൻറ്റു 1000 ഇൻറ്റു ജി 9.81 ഇൻറ്റു എച്ചിന്റെ വാല്യൂ എത്രയാണ്? 0.2. 20 സെന്റിമീറ്റർ ആണ്, 0.2 മീറ്റർ. അപ്പൊ ഇതിൽ നമുക്ക് Yes. പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും കൊടുക്കാം. Yes, sir. മനസ്സിലായോ? Yes, sir.